എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ എഡിസൺ അവരാണെങ്കിൽ ആ ഒരു ഡോം പാർഷ്യലി ഓപ്പൺ ചെയ്യാണ്. ആ ഒരു ഗ്യാപ്പിലൂടെ ഇപ്പൊ നമ്മുടെ ഡോക്ടറിന്റെ ടീം പുറത്തേക്ക് വരും. ഉടനെ പാസിഫിസ്റ്റേഴ്സ് അവറ്റകളെല്ലാം തന്നെ ആ വണ്ടി എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം പുറത്തേക്ക് തലയിട്ട് വിളിച്ചു പറയും, ഇത് ഡോക്ടർ വേഗോപങ്ങിന്റെ കമാൻഡാണ്. എല്ലാ പാസിഫിസ്റ്റേഴ്സും എത്രയും വേഗം നേവിക്കെതിരായിട്ട് ടേൺ ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലണം. അത് കേൾക്കേണ്ട താമസം അവറ്റകളാണെങ്കിൽ കംപ്ലീറ്റ് ആയി നമ്മുടെ ആൾക്കാരുടെ കൺട്രോളിലായി ഇപ്പൊ നേവിക്ക് നേരെ തിരിയും. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ കപ്പലിലുള്ള അഡ്മിറൽ ആളറിയാണ്. ആളാണെങ്കിൽ ഇപ്പൊ നടക്കുന്ന സിറ്റുവേഷൻ അതെല്ലാം മനസ്സിലാക്കി എന്തൊക്കെയോ പ്ലാൻ ചെയ്യാനായിട്ട് ആരംഭിക്കും. ഇവിടെ ആ പാസിഫിസ്റ്റേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ നേവിക്കാർ അറ്റാക്ക് ചെയ്യാണ്. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. കമോൺ അങ്ങനെ തന്നെ അവറ്റകളെ അറ്റാക്ക് ചെയ്ത് ഇവിടെ നാട്ടി ഓടിക്ക്. അതേസമയം ഡോക്ടർ വേഗോപങ് ആണെങ്കിൽ അവർ ട്രാവൽ ചെയ്യുന്ന വണ്ടി അത് താഴേക്ക് കൊണ്ടുപോവാണ്. ഫ്രാങ്കി ആണെങ്കിൽ അത് കണ്ടൊന്ന് ഞെട്ടും. ഡോക്ടർ ആണെങ്കിൽ അറ്റ്ലസിനോട് ജ്വല്ലറി പെണ്ണ് അവൾ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയും. അവളാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് അവളുടെ ശ്രദ്ധ തിരിച്ച് ജ്വല്ലറി പെണ്ണിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എവിടെയും അവളെ കണ്ടെത്താനാവില്ല. അതേസമയം സാഞ്ചി അവൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അവളെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യും. അതുകൊണ്ട് അറ്റ്ലസിന് ഭയങ്കര അത്ഭുതം. വാവ്, സയന്റിഫിക് പവറുള്ള ഞങ്ങൾക്ക് പോലും ഇത് കഴിഞ്ഞില്ല, നിന്നെ കൊണ്ട് എങ്ങനെ ഇത് സാധിച്ചു? സത്യത്തിൽ നീ പറയുന്ന ആ ഒരു ഡയറക്ഷൻ അത് കറക്റ്റ് തന്നെയാണോ? അതിനവനാണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ അവിശ്വസിക്കാൻ പാടില്ല, അവൾ അവിടെ തന്നെയാണ് ഉള്ളതെന്ന് പറയും. ഉടനെ ഡോക്ടർ വേഗോപങ്കും ഇപ്പൊ സാഞ്ചിയുടെ വാക്ക് വിശ്വസിച്ച് അവിടേക്ക് അവരുടെ വണ്ടി ഡൈവേർട്ട് ചെയ്യും. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ കാത്തിരിക്കാൻ മനസ്സില്ല. ഈ സ്പീഡ് അത് വളരെ കുറവാണെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് എടുത്ത് ചാടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ജ്വല്ലറി പെണ്ണിനാണെങ്കിൽ ഇപ്പോൾ ഒരല്പം ആശ്വാസമുണ്ട്. കാരണം പാസിഫിസ്റ്റേഴ്സ് അവറ്റകളെല്ലാം തന്നെ ഇപ്പൊ നേവിക്കാരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവൾ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് റിലാക്സ് ചെയ്യുന്ന അടുത്ത നിമിഷം ഒരു വൈസ് അഡ്മിറലും നേവി സോൾജിയേഴ്സും അവര് ഗണ്ണൊക്കെ ആയിട്ട് അവളെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അവളാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവളുടെ കയ്യിലുള്ള ആ പവർഫുൾ ഗൺ ഉപയോഗിച്ച് അതിന്റെ ഇല്യൂഷനിൽ പെട്ട് ആ സോൾജിയേഴ്സ് ആണെങ്കിൽ അങ്ങനെ ബോധം കെട്ട് താഴെ വീഴും. വൈസ് അഡ്മിറലിനാണെങ്കിൽ കൺട്രോൾ പോയി അവൻ ദേഷ്യപ്പെടും. അവൾ അങ്ങനെ ഓടി വരുമ്പോഴായിരിക്കും ഒരു പാസിഫിസ്റ്റ് അവളങ്ങനെ ലോക്ക് ചെയ്യുക. ഇതെങ്ങനെ സംഭവിച്ചു? പാസിഫിസ്റ്റിന് മുഴുവൻ നമ്മുടെ ആൾക്കാർ കൺട്രോൾ ചെയ്തതല്ലേ? ഇതിന്റെ പിന്നിൽ ആരാണ് ചിന്തിച്ച് അവൾ പുറകിലേക്ക് നോക്കും. അപ്പൊ ആ പാസിഫിസ്റ്റിനെ കൺട്രോൾ ചെയ്ത് ഒരു ലേഡി നീല ഗ്ലാസ് ഒക്കെ വെച്ച് ഹായായിട്ടിരിക്കുകയാണ്. ജ്വല്ലറി പെണ്ണിനാണെങ്കിൽ ആ ഒരു നേവി ഓഫീസർ ലേഡിയെ നന്നായിട്ട് അറിയാം. അവളുടെ പവർ അത് ആരെ വേണമെങ്കിലും കൺട്രോൾ എടുക്കാനുള്ള പവറാണ്. സോ ഇപ്പൊ അവള് ആ പാസിഫിസ്റ്റിനെ കൺട്രോൾ എടുത്തിരിക്കുകയാണ്. ജ്വല്ലറി പെണ്ണാണെങ്കിൽ അവൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും മുൻപിലുള്ള പാസിഫിസ്റ്റ് അതിനെ കാണുമ്പോൾ അവൾക്ക് അവളുടെ പപ്പയെ ഓർമ്മ വരികയാണ്. അവൾ അതിനെ കൂമാന്ന് വിളിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കും. ആ ഗ്യാപ്പില് ആ ലേഡി ആണെങ്കിൽ പാസിഫിസ്റ്റിന്റെ പവർ ഉപയോഗിച്ച് അവൾ അറ്റാക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് മിസ്സിന് സാഞ്ചി അവൻ ഫ്ലൈ ചെയ്ത് വന്ന് അവൾ ആ ഒരു അറ്റാക്കിൽ നിന്ന് സേവ് ചെയ്ത് ദൂരേക്ക് തള്ളിയിടും. സാഞ്ചി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അത് പാസിഫിസ്റ്റ് ആണ്, അത് നിന്റെ പപ്പയല്ല, ദയവ് ചെയ്ത് നീ ഇനിയെങ്കിലും പപ്പയാണെന്നുള്ള ഇമോഷനിൽ അവറ്റോട് ബിഹേവ് ചെയ്യരുത്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഏത് സമയത്തും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറയും. ആ പാസിഫിസ്റ്റ് ആണെങ്കിൽ അവർക്ക് നേരെ ടേൺ ചെയ്യും. അടുത്ത നിമിഷം ഒരു പാസിഫിസ്റ്റ് അവിടേക്ക് വന്ന് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ആ സമയമായിരിക്കും ഡോക്ടർ അവിടേക്ക് ലാൻഡ് ചെയ്ത് അവരുടെ അടുത്തേക്ക് റൺ ചെയ്ത് വരിക. ഡോക്ടർ ആണെങ്കിൽ അവരോട് എത്രയും വേഗം ആ വണ്ടിയിലേക്ക് കയറാൻ പറയും. അത് കേട്ട ജ്വല്ലറി ബോണിയും സാഞ്ചിയും വണ്ടിയിൽ കയറും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ റോബിനെ സേഫായി ഒരു സ്ട്രെച്ചസിൽ കിടത്തി. സ്റ്റസി ആണെങ്കിൽ അവരോട് പറയും, എനിക്ക് ചില കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ട്, അതിനുശേഷം ഞാൻ നിങ്ങളോടൊപ്പം വരാം. അവളുടെ ബോഡിയിൽ ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് പേടിയും ടെൻഷനും ഒക്കെ തോന്നും. അവളെ ഒരുപാട് പുഷ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവളെ അവിടെ ഉപേക്ഷിച്ച് അവർ കടന്നു പോവാണ്. അവളാണെങ്കിൽ അവളെ ചെയ്തു തീർക്കാനുള്ള കാര്യം അത് മനസ്സിലാലോചിച്ച് മുൻപോട്ടേക്ക് പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ആ എൽഡർ ആളാണെങ്കിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പതിയെ ആ ചെയറിൽ നിന്ന് എഴുന്നേക്കും. ഇവിടെ ലുച്ചിയാണെങ്കിൽ കാട്ടിലൂടെ ഒളിഞ്ഞും മറിഞ്ഞും സോറോയായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അതേസമയം ഇസറു അവന്റെ ലൈറ്റ് പവർ ഉപയോഗിച്ച് ലൂഫിയെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ലുച്ചിയാണെങ്കിൽ വീണ്ടും സോറോയെ വെല്ലുവിളിക്കുകയാണ്. പക്ഷെ സോറോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. അതേസമയം എൽഡർ ആളങ്ങനെ എഴുന്നേറ്റ് ആളുടെ ഒരു പവർ അതങ്ങനെ കുറേശ്ശെ റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് റിലീസ് ആവേണ്ട താമസം നമ്മുടെ ആൾക്കാരെല്ലാവരും അത് സെൻസ് ചെയ്ത് ഫൈറ്റ് പോലും സ്റ്റോപ്പ് ചെയ്ത് ആ ഭാഗത്തേക്ക് നോക്കും. ആ എൽഡർ ആണെങ്കിൽ ആളുടെ പവർ അത് ഉപയോഗിക്കും തോറും
ഇപ്പോൾ അവിടെ മുഴുവൻ ക്ലൈമറ്റ് ആകെ തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. മേഘങ്ങളെല്ലാം തന്നെ വന്ന് മൂടി ആ ഒരു ഐലാൻഡ് അത് ഡാർക്കിലേക്ക് പോയി അങ്ങനെ കിട്ടിങ്ങി വിറയ്ക്കും. ഉടനെ ആ എൽഡർ ആണെങ്കിൽ ഇപ്പോൾ പാസിഫെസ്റ്റേഴ്സിനോട് വിളിച്ചു പറയും, പാസിഫെസ്റ്റേഴ്സ് നിങ്ങൾ അല്പസമയം കാമായിട്ട് നിൽക്കണം. അത് കേൾക്കേണ്ട താമസം അവറ്റകളാണെങ്കിൽ ഇപ്പോൾ ഫൈറ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യും. ആക്ച്വലി കമാൻഡിങ് പ്രകാരം ഈ വെൽഡേഴ്സിനാണ് സുപ്രീം പവർ ആ പാസിഫെസ്റ്റിന് മേലെ. അതുകൊണ്ട് തന്നെ ആളുടെ കമാൻഡിനെ ബ്രേക്ക് ചെയ്ത് ഇനി നമ്മുടെ ആൾക്കാർക്ക് ആർക്കും തന്നെ അവറ്റകളെ ഗൈഡ് ചെയ്യാൻ കഴിയില്ല. ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ആ ഒരു ശബ്ദം കേട്ട് ഷോക്ക് ആവുകയാണ്. അറ്റ്ലസ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ പാസിഫിസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോൾ അവൾ തിരിച്ചറിയും അവളെ കഴിഞ്ഞ് പവറുള്ള 5 എൽഡേഴ്സിൽ ആരോ ഒരാളാണ് ഇപ്പോൾ അവറ്റകളെ എല്ലാം കൺട്രോൾ ചെയ്തതെന്ന്. അവളും ആ കാര്യം തിരിച്ചറിഞ്ഞ് ഷോക്ക് ആവുകയാണ്. അതേസമയം കടലിലാണെങ്കിൽ വലിയൊരു ചുഴി അതങ്ങനെ ക്രിയേറ്റ് ആയി ഒരു പെൻഡഗ്രാം മുകളിലേക്ക് വരും. നമ്മുടെ ആൾക്കാർ നേവിക്കാരും ഒരുപോലെ ഷോക്കായി അതിലേക്ക് നോക്കും. ഡോക്ടർ വേഗോഫ് പങ്കിനാണെങ്കിൽ കാര്യം പിടികിട്ടും. ആളാണെങ്കിൽ ആ വണ്ടി അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ സ്കൈയിലൂടെ ഫ്ലൈ ചെയ്ത് ലാബിലേക്ക് പോവാണ്. അതേസമയം കപ്പലിലുള്ള ഒരു നേവി കമാൻഡർ ആളാണെങ്കിൽ ചുറ്റും ഉണ്ടായിരുന്ന സോൾജിയേഴ്സിനെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുക്കും. 5 എൽഡേഴ്സിലുള്ള ഒരു എൽഡർ അദ്ദേഹം ഈ ഐലാൻഡിലേക്ക് വരാൻ പോവാണ്. സോ നോർമൽ സോൾജിയേഴ്സ് അവരെല്ലാവരും അവിടുന്ന് മാറി നിൽക്കണം. അത് കേട്ട് നോർമൽ ആയിട്ടുള്ള സാധാരണ സോൾജിയേഴ്സ് അവർ മാറും. ഡോക്ടർ വേഗോഫ് പങ്കിനാണെങ്കിൽ അതെല്ലാം കേട്ട് ആളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. അതേസമയം ജ്വല്ലറി ബോണി അവൾക്കും പേടി കൂടും. ഇത്തരത്തില് ഈ വെൽഡറിൽ ഒരാൾ ഇവിടേക്ക് വരണമെങ്കിൽ നടക്കാൻ പോകുന്ന പ്രശ്നം അത് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ പെൻഡഗ്രാം കാണിക്കും. അതിൽ നിന്ന് ഇപ്പൊ എന്തോ ഒരു സാധനം പുറത്തേക്ക് വരും. സോൾജിയേഴ്സ് എല്ലാവരും ആകാംക്ഷയോട് കൂടെ അതിനെ തന്നെ നോക്കുകയാണ്. ഒരു പൂച്ചയെ പോലെയും ചെലന്തയെ പോലെയൊക്കെ ആയിരിക്കും അവർക്ക് അതിനെ കാണുമ്പോൾ തോന്നുക. പക്ഷെ അത് മറ്റാരുമല്ല, സാക്ഷാൽ സാറ്റൻ. സാറ്റൻ ആണെങ്കിൽ ആ ഒരു ഐലാൻഡിലേക്ക് വരേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് അവരെല്ലാവരും തകർന്ന് താഴേക്ക് വീഴും. ആ സാറ്റൻ ആണെങ്കിൽ ഇപ്പൊ മുഴുവനായിട്ടും കരയിലേക്ക് കയറി വരികയാണ്. സ്പൈഡറിനെ പോലെ ആയിരിക്കും ഏകദേശം അതിനെ കാണാനായിട്ട്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ മോൺസ്റ്റർ രൂപം കണ്ട് ഭയപ്പെടും. ചുറ്റും ഉണ്ടായിരുന്ന സോൾജിയേഴ്സിന് ആ ഒരു രൂപം കണ്ട് താങ്ങാൻ കഴിയാതെ അവരാണെങ്കിൽ ഭയന്ന് വരച്ച് താഴേക്ക് വീഴുകയാണ്. അപ്പൊ മുകളിലായിട്ട് ഒരു വെളിച്ചം അത് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ലൈറ്റ് മറ്റാരുടെയോ അല്ല, സാക്ഷാൽ കിസറുവിന്റെ. അവനാണെങ്കിൽ മേഘത്തിലൂടെ താഴേക്ക് വരികയാണ്. അത് കണ്ട് ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, കിസറു ഫൈറ്റ് നമുക്കിടയിലാണ്. സോ ഒരു കാരണവശാലും നീ മറ്റാരുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പാടില്ല. ആദ്യം നീ ഫൈറ്റ് ചെയ്ത് എന്നെ തോൽപ്പിക്കുക. കിസറുവിനാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടും ലൂഫി അവന്റെ റീച്ച് എത്തിയെന്ന്. അതുകൊണ്ട് തന്നെ ലൂഫിയെ തോൽപ്പിക്കാൻ കഴിയുന്നുള്ളൊരു ആത്മവിശ്വാസം അവനത് തോന്നും. ഫ്രാങ്കി ആണെങ്കിൽ ലൂഫിയോട് അവനെ തല്ലിക്കൊല്ലാനായിട്ട് ആവശ്യപ്പെടും. അതനുസരിച്ച് ലൂഫി അവനെ നിർത്താതെ പഞ്ച് ചെയ്യും. കിസറു ആണെങ്കിൽ അവന്റെ പഞ്ചിൽ നിന്നെല്ലാം എസ്കേപ്പ് ആവുകയാണ്. പക്ഷെ അവസാനത്തെ പഞ്ച് അത് കറക്റ്റായിട്ട് അവന്റെ മുഖത്ത് വീഴും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ആ ഒരു 5 എൽഡർ ആളാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ തന്നെ നോക്കുകയാണ്. ആൾക്കാണെങ്കിൽ ലൂഫിയെ കാണുമ്പോൾ നിക്കയായിരിക്കും ഓർമ്മ വരിക. അവന്റെ ചിത്രം ഒരു സെക്കൻഡ് ആളുടെ മനസ്സിലൂടെ കടന്നു പോകും. ഇവിടെ ലൂഫി ആണെങ്കിൽ അവന്റെ ലിമിറ്റ് റീച്ച് ചെയ്ത് താഴേക്ക് അടിച്ചു വീഴും. അതേസമയം ആ എൽഡർ ആളങ്ങനെ ഡോക്ടർ വേഗോഫ് പങ്കിന്റെ അടുത്തേക്ക് വന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണെന്ന് പറയും. ആ സമയം ജ്വല്ലറി പെണ്ണ് അവളുടെ പപ്പയുടെ മെമ്മറിയിൽ കണ്ട ചില കാര്യങ്ങൾ ആലോചിച്ച് എൽഡറിനെ കണ്ട് പേടിച്ച് നടുങ്ങി ദൂരേക്ക് മാറി നിൽക്കും. ജ്വല്ലറി പെണ്ണിനാണെങ്കിൽ അവളുടെ കൺട്രോൾ വിട്ടുപോവാണ്. ആ മെമ്മറിയിൽ കണ്ട പല കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് വന്ന് അവളുടെ ദേഷ്യവും പകയും കൂടി വരും. അത്രയും നേരവും ഭയന്ന് വരച്ച് സാഞ്ചിയുടെ പുറകിൽ ഒളിച്ചിരുന്ന അവള് സ്ക്വാഡുമായിട്ട് അവന്റെ നേർക്ക് പാഞ്ഞടുക്കുകയാണ്.